വെൽക്കം മക്കളെ, ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഓരോരുത്തരെയായിട്ട് നമ്മൾ പരിചയപ്പെട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന ആളെ മിസ് പറയില്ല, സസ്പെൻസാണ്. അപ്പം കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് ആളെ പരിചയപ്പെട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ? രാമ റൺസ് ക്വിക്ലി, ഫസ്റ്റ് എക്സാമ്പിൾ. And second example, this is a very sweet mango. Third example, Govind reads quite clearly. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ മിസ് എന്താ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ മിസ് പഠിപ്പിക്കാൻ പോകുന്ന ആളെ പരിചയപ്പെടുത്താൻ പോവുകയാണേ. രാമ റൺസ് ക്വിക്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമ വളരെ വേഗത്തിലാണ് ഓടുന്നത് അല്ലേ? രാമ ഒരു ആക്ഷൻ നടത്തുന്നത്. ദിസ് ഈസ് ദ വെർബ് ഓഫ് ദ സെന്റൻസ്. നമ്മൾ വെർബിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻസിനെയാണ്. നമ്മൾ ആക്ഷൻസിനെ മാത്രമല്ല, ഒരു സബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയും, അതായത് സിറ്റുവേഷനെ അല്ലെങ്കിൽ അവസ്ഥയെയും എന്ത് പറയും? വെർബ് എന്ന് പറയും. അപ്പോൾ ഇവിടെ രാമ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ് ആക്ഷൻ? ദാറ്റ് ഈസ് റൺസ്, ഓടുന്നു. എങ്ങനെയാണ് ഓടുന്നത്? ഹൗ ഹി റൺസ്? ഹി റൺസ് ക്വിക്ലി. എങ്ങനെ ഓടുന്നു? വേഗത്തിലാണ് ഓടുന്നത്. ഹൗ ഓർ ഇൻ വാട്ട് മാനർ ഹി റൺസ്? രാമ എങ്ങനെയാണ് ഓടുന്നത്? എങ്ങനെ ഓടുന്നു? ഓടുന്നു, ഒരു ആക്ഷൻ നടത്തുന്നു. പക്ഷെ അത് എങ്ങനെയാണ് നടത്തുന്നത്? വളരെ ക്വിക്കായിട്ടാണ്. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് adverb. Adverb. So we are going to study another part of speech today. It is adverb. Adverbിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് adverb? ഈ വെർബിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്ന ആളാണ് adverb. ഈ വെർബ് എങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാരാണ്? അഡ്വർബാണ്. എങ്ങനെയാണ് ഈ വെർബ് സംഭവിക്കുന്നത്? ഈ ആക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഹാപ്പൻസ് ക്വിക്ലി. എങ്ങനെ സംഭവിച്ചു? വേഗത്തിലാണ് അവിടെ രാമ ഓടിയത്, അല്ലെങ്കിൽ ഓടുന്നത്. ഓടുന്നത് എങ്ങനെയാണ്? വളരെ ക്വിക്കായിട്ടാണ്. ഓക്കെ, അതാണ് അഡ്വർബ്. അഡ്വർബാണ് നമുക്ക് പറഞ്ഞു തരുന്നത് രാമ എങ്ങനെ ഓടുന്നു എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഈ അഡ്വർബായ ക്വിക്ലിയാണ് നമുക്ക് പറഞ്ഞു തന്നത് രാമ എങ്ങനെ ഓടുന്നു. സോ അഡ്വർബ് ഈസ് എ വേർഡ് which modifies or qualifies a verb. ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുന്നു, ഒരു വിശേഷണം കൊടുക്കുന്നു, ക്വാളിഫൈ ചെയ്യുന്നു. ഒരു വെർബ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്ന ആളാണ് അഡ്വർബ്. വെർബിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നത് അഡ്വർബ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാണ്. ഗിവിങ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ വെർബ്. ഒരു വെർബിനെ കുറിച്ച് മോർ ഇൻഫർമേഷൻ തരുന്ന ആളാണ് അഡ്വർബ്. Hope you have understood the first example. ഫസ്റ്റ് എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോകണം. This is a very sweet mango. ഇതൊരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ്. മാങ്ങാപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും കഴിക്കാറുണ്ടോ മാങ്ങാപ്പഴം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാങ്കോയ്ക്ക് ഇന്ന് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അത് സ്വീറ്റ് മാത്രമല്ല, മധുരം മാത്രമല്ല, ഭയങ്കര മധുരമാണ്, അടിപൊളിയാണ്, നല്ല മധുരമാണ്. ഏത്? മാങ്കോ. മാങ്കോൻ്റെ ജി പോയിട്ട് ജി. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ദിസ് ഇസ് എ വെരി സ്വീറ്റ് mango. This is a very sweet mango. അപ്പം എത്രത്തോളം സ്വീറ്റ് ആണ്? ഈ സ്വീറ്റ് എന്താന്ന് പറയാൻ പറ്റുമോ? What is sweet? What is sweet? This is an adjective. Sweet is an adjective. What is adjective? എന്താ adjective? adjective എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഗീവ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി നൗൺ. നൗണിന്
കൂടുതൽ അർത്ഥം കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ അഡ്ജക്റ്റീവ്സ് വിളിക്കുന്നത് അല്ലേ? എങ്ങനെയുള്ള മാംഗോ ആണ്? മാംഗോ ഈസ് എ നൗൺ. മാംഗോ ഒരു നൗണാ, ഒരു ഫ്രൂട്ടിന്റെ പേരാ. മാംഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അഡ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാ. നമ്മൾ ഇതേപോലെ ഒരു എക്സാമ്പിൾ തന്നെ മിസ് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയുള്ള നൗണാണ്? സ്വീറ്റ് ആണ്. സ്വീറ്റ് മാംഗോ ആണ്. മാംഗോയ്ക്കുള്ള പ്രത്യേകത എന്താ? സ്വീറ്റ് ആണ്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, വെരി സ്വീറ്റ് ആണ്. സ്വീറ്റ് ആണ്, മധുരമാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷെ അത് ഭയങ്കര അതിമധുരം, നല്ല മധുരം എന്ന് വെച്ചാൽ അതിന് നല്ല മധുരമാണ്. അതിനെ ഒന്നും കൂടി ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ദിസ് വെരി modifies or giving more information about this sweet mango. അല്ലേ? ഈ മധുരമുള്ള മാങ്ങയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കൂടി, ഒരു അറിവും കൂടി നമുക്ക് തരുന്നുണ്ട്. വെരി സ്വീറ്റ് മാംഗോ, ഒരു അറിവും കൂടി നമുക്ക് തരുന്നുണ്ട്. എത്രത്തോളം സ്വീറ്റ് ആണ് ആ മാംഗോ, എത്രത്തോളം സ്വീറ്റ് ആണ്? വെരി സ്വീറ്റ് ആണ്. സോ ഹിയർ വെരി മോഡിഫൈസ് ഓർ ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട് sweet mango. This is also function as an adverb. Very is functions as an adverb. Hope you have understood. എത്രത്തോളം സ്വീറ്റ് ആണ് ആ മാംഗോ? വെരി സ്വീറ്റ് ആണ്. ഈ അഡ്വേർബ് ആയ ഈ വെരി, ഈ അഡ്ജക്റ്റീവിനെയാണ്, ഈ അഡ്ജക്റ്റീവ് എങ്ങനെയുള്ള അഡ്ജക്റ്റീവ് ആണ്? വെരി ആണ് അഡ്ജക്റ്റീവിനെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. Hope you have understood. So very modifies the adjective sweet. ഈ സ്വീറ്റ് ആയ അഡ്ജക്റ്റീവ് എത്രത്തോളം സ്വീറ്റ് ആണ് എന്ന് പറയുന്ന ആള് വെരിയാണ്. അപ്പൊ ഈ അഡ്വേർബ് വെരി അഡ്ജക്റ്റീവിനെയും മോഡിഫൈ ചെയ്യുന്നു. ആദ്യം അഡ്വേർബ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നു. ഇപ്പം അഡ്വേർബ് അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നു. അപ്പം അഡ്വേർബിന്റെ രണ്ട് ഫംഗ്ഷൻ നമ്മളിപ്പോൾ നോക്കി. രണ്ട് രീതി, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ മാത്രമല്ല, വെർബിനെ കുറിച്ച് മാത്രമല്ല കൂടുതൽ അറിവ് തരുന്നത്, അഡ്ജക്റ്റീവിനെ കുറിച്ചും കൂടുതൽ അറിവ് തരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്വീറ്റ് എന്ന അഡ്ജക്റ്റീവിനെ കുറിച്ചും കൂടുതൽ അറിവ് തരുന്നത് വെരി എന്ന വേർഡാണ് ഇവിടെ, അല്ലേ? സ്വീറ്റ് മാംഗോ, മാങ്ങ നല്ല സ്വീറ്റ് ആണ്, നല്ല മധുരം ഉള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷെ നല്ല മധുരം, വെരി, എത്രത്തോളം മധുരമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വേർഡ് വെരിയാണ്. അപ്പൊ സ്വീറ്റ് എന്ന അഡ്ജക്റ്റീവിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിവ് തരുന്ന ആള് വെരിയാണ്. സോ ദിസ് ഈസ് ഫങ്ഷനിങ് ആസ് ആൻ അഡ്വേർബ് ഹിയർ. അഡ്വേർബ് ആയിട്ടാണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വേർബ് വെർബിനെ കുറിച്ച് മാത്രമല്ല ഇൻഫർമേഷൻ തരുന്നത്, അഡ്ജക്റ്റീവിനെ കുറിച്ചും ഇൻഫർമേഷൻ തരുന്നു. അപ്പം നമ്മൾ അഡ്വേർബിൻ്റെ രണ്ട് ഫങ്ഷൻസ് കണ്ടു. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. എനിക്കിത് മായ്ക്കാം കേട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് തേർഡ് എക്സാമ്പിൾ കാണത്തുള്ളൂ. ഗോവിന്ദ് റീഡ്സ് ക്വൈറ്റ് ക്ലിയർലി. സോ നമുക്ക് വി ക്യാൻ ഐഡന്റിഫൈ ദ വെർബ് ഹിയർ. എന്ത് ആക്ഷനാണ് ഗോവിന്ദ് ഇവിടെ നടത്തുന്നത്? റീഡ്സ്, വായിക്കുന്നു, അല്ലേ? എങ്ങനെയാ വായിക്കുന്നേ? ക്വയറ്റ് ക്ലിയർലി. ഇവിടെ ഒരു അഡ്വേർബ് ഉണ്ടല്ലേ മക്കളെ, എന്താ അത്? ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഗോവിന്ദ് വായിക്കുന്നത്. വളരെ വ്യക്തമാണ്, വളരെ നന്നായിട്ടാണ് നമ്മുടെ ഗോവിന്ദ് വായിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വയറ്റ് എന്താ? തികച്ചും എന്ന മീനിങ് ആണ് ഈ ക്വയറ്റിന് വരുന്നത്. ഈ ക്വയറ്റ് എന്താ ഇവിടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പൊ ഗോവിന്ദ് റീഡ്സ് ക്വൈറ്റ് ക്ലിയർലി. ക്ലിയർലി അഡ്വേർബ് ആണ്, വളരെ വ്യക്തമാണ്. നമ്മൾ ക്വിക്ലി നോക്കിയ പോലെ റീഡ്സ് ക്ലിയർലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വൈറ്റ് ഉണ്ട്. തികച്ചും അത് എന്ന് വെച്ചാൽ എന്താ പറയാ, എങ്ങനെ, അതായത് വായിക്കുന്നു, വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് വായിക്കുന്നു. ക്വൈറ്റ് ക്ലിയർലി എന്ന് പറഞ്ഞാൽ തികച്ചും, അത്രയ്ക്കും നന്നായിട്ട് ആണ് ഗോവിന്ദ് വായിക്കുന്നത്. അത്രയ്ക്കും നന്നായിട്ട്, അല്ലെങ്കിൽ തികച്ചും നന്നായിട്ട് എന്ന ഈ തികച്ചും എന്നുള്ള വീടും ഒരു അഡ്വേർബ് തന്നെയാണ്. ഒരു അഡ്വേർബ് വേറൊരു അഡ്വേർബിനെയും എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു അഡ്വേർബിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ക്ലിയർലി എന്ന അഡ്വേർബ് എങ്ങനെ, എത്രത്തോളം ക്ലിയർ ആവുന്നു? ഗോവിന്ദ് വായിക്കുന്നത് എത്രത്തോളം ക്ലിയർ ആണ്? ഗോവിന്ദ് നന്നായി വായിക്കും,
നന്നായി വായിക്കുന്ന ആളാണ് നന്നായി വായിക്കുന്നു. പക്ഷെ എത്രത്തോളം നന്നായി വായിക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന ആള് ക്വയറ്റ് അല്ലേ? ആണോ? അതെ. അപ്പൊ ക്ലിയർലി എന്ന അഡ്വേർബിനെ ഒന്നും കൂടി ഒരു അർത്ഥം തരുന്നത് ആരാണ്? ക്വയറ്റ് ആണ്. ക്ലിയർലി എന്ന വാക്കിന് അല്ലെങ്കിൽ ക്ലിയർലി എന്ന അഡ്വേർബ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കൂടുതൽ അറിവ് തരുന്നത് ക്വയറ്റ് എന്ന വാക്കാണ്. അങ്ങനെയാകുമ്പോൾ ഗോവിന്ദ് റീഡ്സ് ക്വയറ്റ് ക്ലിയർലി. ഗോവിന്ദ് വായിക്കുന്നു. എങ്ങനെ വായിക്കുന്നു? വളരെ നന്നായിട്ട് വായിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർലി എന്ന അഡ്വേർബിനെ വേറൊരു അഡ്വേർബായ ക്വയറ്റ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി മോഡിഫൈ ചെയ്യുന്നു, ഒന്നും കൂടി ക്വാളിഫൈ ചെയ്യുന്നു, ഒന്നും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഗോവിന്ദ് എത്രത്തോളം നന്നായി വായിക്കുന്നു എന്ന്. അപ്പം നമ്മൾ 3 ഫങ്ഷൻസ് അഡ്വേർബിൻ്റെ പഠിച്ചു. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന മോഡിഫൈ ചെയ്യുന്ന ആളല്ല. വെർബ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം നമുക്ക് പറഞ്ഞു തരുന്ന ആളല്ല. രാമ റൺസ് ക്വിക്ക്ലി എന്ന് പറയുമ്പോൾ രാമ എങ്ങനെ ഓടുന്നു എന്നുള്ളത് വെർബിനെ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ആളല്ല. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കൂ, ദിസ് ഈസ് എ വെരി സ്വീറ്റ് മാംഗോ, അതും നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ ക്വാളിഫൈ ചെയ്യുന്നത് ആരെയാണ്? അഡ്ജക്റ്റീവിനെയാണ്. എത്രത്തോളം മധുരമാണ്, അതിനകത്ത് വെരി സ്വീറ്റ് ആണ്, നല്ല മധുരമുണ്ട്. ഇവിടെയാണെങ്കിൽ എന്താണ്? ക്ലിയർലി എന്ന അഡ്വേർബിനെ വേറൊരു അഡ്വേർബാണ് എന്ത് ചെയ്യുന്നത്? ക്വാളിഫൈ ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ 3 എക്സാമ്പിൾസ്. അപ്പോൾ 3 ഫങ്ഷൻസ് ആണ് ഒരു അഡ്വേർബിനുള്ളത്. ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, ഒരു വെർബിന് ഒരു മീനിങ് കൊടുക്കുന്നു, ഒരു അഡ്ജക്റ്റീവിന് ഒരു ക്വാളിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ഒരു അഡ്വേർബ് വേറൊരു അഡ്വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ് മക്കളെ അഡ്വേർബ്? വാട്ട് ഈസ് ആൻ അഡ്വേർബ്? Adverb is a word which modifies the meaning of a verb, an adjective or another adverb. വെർബിനെ മാത്രമല്ല ഒരു അഡ്ജക്റ്റീവിനെയും ഒരു അഡ്വേർബിനെയും മോഡിഫൈയും ക്വാളിഫൈയും പുതിയൊരു അർത്ഥവും കൊടുക്കുന്ന ആളാണ് അഡ്വേർബ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്വേർബ് മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു പാർട്ട് ഓഫ് സ്പീച്ചുമായിട്ട് നിങ്ങളെ മിസ് കാണാൻ വരുന്നതായിരിക്കും വേഗം തന്നെ. അപ്പോൾ എല്ലാവരും നമ്മുടെ അഡ്വേർബ്സിനെ കുറിച്ചുള്ള വീഡിയോ കാണുക, കോമെൻറ്റ്സ് പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.